ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കോഫി ഉണ്ടാക്കി നോക്കിയാലോ. ഡാൽഗോണ കോഫി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുകയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കോഫി പൗഡർ വേണം. നല്ല ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് വേണ്ടുന്നത്. ഞാൻ നെസ്കഫേയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലൊരു സ്പൂണിന് 3 സ്പൂണ് കോഫി പൗഡർ എടുക്കാം. എന്നിട്ട് അതേ സ്പൂണിൽ തന്നെ 6 സ്പൂണ് ഷുഗർ കൂടി എടുക്കാം. ഷുഗർ ഞാൻ കൂടുതലായിട്ടാണ് എടുക്കുന്നത്. 3 സ്പൂണിന് പകരം 6 സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. അത് കോഫിയുടെ ആ കയ്പ്പ് ടേസ്റ്റ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതേ സ്പൂണിൽ തന്നെ നല്ല ഹോട്ട് വാട്ടർ കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഷുഗർ ഇതിൽ നന്നായിട്ട് മിക്സായി കിട്ടണം. അതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ മിക്സായി വന്നിട്ടുണ്ട്, നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും വേണ്ടി വരും നന്നായിട്ട് തിക്കായി വരാനായിട്ട്. അതല്ലെങ്കിൽ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താലും മതി. എൻ്റെ അടുത്തിപ്പോൾ ബീറ്റർ ഉള്ളത് കൊണ്ട് ഞാൻ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാവുമ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നല്ല തിക്കായിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടും. അത് ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ പഞ്ചസാര കൂടുതലെടുത്താൽ മാത്രമേ ആ കോഫിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ കോഫിയുടെ ആ ഒരു സ്മെല്ല് മാത്രമല്ല ആ കയ്പ്പ് രുചിയും മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷുഗർ 6 സ്പൂണ് അതേ സ്പൂണിൽ തന്നെ 6 സ്പൂണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കോഫി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ആ കാപ്പിപ്പൊടിയുടെ ആ കയ്പ്പ് രുചി ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു കോഫി കുടിക്കുന്ന ഫീല് തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയി കിട്ടിയിട്ടുണ്ട്. പഞ്ചസാര കുറച്ചുകൂടിയൊക്കെ മെൽറ്റ് ആവാനുണ്ട്. ചെറിയ തരികളൊക്കെ കാണുന്നുണ്ട്. എന്നാലും അത് കുഴപ്പമൊന്നുമില്ല. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അത് ഇനി സെറ്റാക്കി എടുക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പാത്രം ഒന്ന് കമഴ്ത്തി പിടിച്ചാൽ പോലും ഇത് താഴേക്ക് ചാടരുത്. അങ്ങനെയാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നല്ല കോൾഡ് മിൽക്ക് അതൊരു ഗ്ലാസ്സിലൊരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫി മിക്സ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ലെയറായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫിയാണ് നമ്മുടെ ഡാൽഗോണ കോഫി എന്ന് പറയുന്നത്. അതിൽ ഷുഗർ കുറച്ചുകൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈക്വൽ ആയിട്ട് എടുക്കാതെ ഷുഗർ കുറച്ച് കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വേണം ഇത് മിക്സ് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോഫി ഡാൽഗോണ കോഫി ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു. ബൈ.